BC 1010 സംതിങ് അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഒരു 3040 years കൊണ്ട് ഹാലലുയ സ്തോത്രം ഈ ദാവീദ് എഴുതിയ സങ്കീർത്തനം നമ്മളെക്കാൾ കൂടുതൽ ഹാലലുയ സ്തോത്രം യഹൂദന്മാർ പാടി ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. അവരുടെ ഭക്തി നോക്കിയാൽ ഹാലലുയ അവരുടെ മിലിറ്ററി രാവിലെ യുദ്ധത്തിന് അല്ലെങ്കിൽ അവരുടെ സ്ഥലത്തേക്ക് പോകുന്നതിന് അവരെല്ലാം കൂടെ കൂടി നിന്ന് ഒരു സങ്കീർത്തനം പാടി ദൈവത്തെ സൂചിച്ചിട്ടാണ് അവർ കടന്നു പോകുന്നത്. ഹാലലുയ സ്തോത്രം. അതിൻ്റെ വിജയമാണ് അവരുടെ ജീവിതത്തിലുള്ളത്. ഹാലലുയ സ്തോത്രം. 16-ാം സങ്കീർത്തനം നോക്കുകയാണെങ്കിൽ അത് ഒരു സ്വർണ്ണഗീതമായിട്ട് ഹാലലുയ സ്തോത്രം അതിൻ്റെ ഹെഡിങ്ങിൽ കാണുവാൻ സാധിക്കും. ഈ ശീർഷത്തിൽ ഹാലലുയ സ്തോത്രം 6 സ്വർണ്ണഗീതങ്ങളുണ്ട്. 56 മുതൽ 60 വരെയും ഹാലലുയ സ്തോത്രം നമുക്ക് സ്വർണ്ണഗീതത്തെ പറ്റി കാണുവാൻ കഴിയും. ഇവിടെ നാം നോക്കുകയാണെങ്കിൽ ദൈവമേ എന്നോട് കൃപ കാണിക്കണമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഹാലലുയ സ്തോത്രം. ദാവീദിൻ്റെ ജീവിതത്തിൽ ഹാലലുയ സ്തോത്രം തനക്ക് ആശ്രയിപ്പാൻ പലതും ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഹാലലുയ സ്തോത്രം എപ്പോഴും ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ദാവീദിനെ നാം കാണുന്നത്. ഹാലലുയ സ്തോത്രം. മാതാപിതാക്കളെ, സഹോദരങ്ങളെ എല്ലാവരും തന്നെ കൈവടിഞ്ഞു. ഹാലലുയ സ്തോത്രം. വനാന്തരത്തിൽ താൻ ഏകനായിട്ട് ഹാലലുയ സ്തോത്രം കയ്യിലുള്ള ചെറിയ കിന്നരവും വായിച്ചുകൊണ്ട് ആടുകളെ നോക്കി തൻ്റെ ജീവിതം കഴിക്കുന്ന സന്ദർഭത്തിലാണ് ഹാലലുയ സ്തോത്രം ശമൂവേൽ തന്നെ വിളിപ്പിച്ച് ഇസ്രയേൽ രാജ്യത്തിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത്. തനിക്ക് ഡിഗ്രിയോ കോളേജിൽ പോയ സർട്ടിഫിക്കറ്റോ ഡോക്ടറേറ്റോ ഹാലലുയ സ്തോത്രം മറ്റൊന്നും കാണുവാൻ കഴിയുന്നില്ല എങ്കിലും ദൈവം അവനിൽ കണ്ടിരുന്നത് അവൻ്റെ താഴ്മ, അവൻ്റെ വിനയം, ദൈവത്തെക്കുറിച്ചുള്ള അവൻ്റെ ഭയം. ഹാലലുയ സ്തോത്രം. ദാവീദ് പെന്തക്കോസ്തുകാരനല്ലായിരുന്നു ഹാലലുയ സ്തോത്രം എങ്കിൽ തന്നെയും ദൈവഭയം അവൻ്റെ ജീവിതത്തിൽ ആ ഈശായുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭവനത്തിൽ നിന്ന് പഠിച്ച ഹാലലുയ സ്തോത്രം ആ പ്രവണത തൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഹാലലുയ സ്തോത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ഹാലലുയ സ്തോത്രം. അന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്നിട്ടില്ലായിരുന്നെങ്കിൽ തന്നെയും ഹാലലുയ സ്തോത്രം ദാവീദിനെ ഞാൻ നോക്കുകയാണെങ്കിൽ മാനസാന്തരവും രക്ഷയും പരിശുദ്ധാത്മാഭിഷേകവും പ്രാപിച്ച വ്യക്തിയായിരുന്നു ദാവീദ്. സ്തോത്രം. സംശയമുണ്ടെങ്കിൽ 51-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യം നോക്കിയാൽ കാണുവാൻ സാധിക്കും. ഹാലലുയ സ്തോത്രം. അവൻ പാടുകയാണ്, ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ഹാലലുയ സ്തോത്രം. ഇല്ലാത്തൊരു കാര്യം എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഹാലലുയ സ്തോത്രം. അതുകൊണ്ട് ദാവീദ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു. സ്തോത്രം. 16-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു മെശിഹായി കീർത്തനമാണ്. ഹാലലുയ സ്തോത്രം. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 25 മുതൽ 28 വരെയും പത്രോസും 13-35 ഹാലലി പൗലോസും ഈ 2-ാം സങ്കീർത്തനത്തിലെ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഹാലലുയ സ്തോത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയും നമുക്ക് കാണുവാൻ സാധിക്കും. ഹാലലുയ സ്തോത്രം. ഈ കീർത്തനത്തിൽ ഹാലലുയ സ്തോത്രം കർത്താവിനെ പറ്റി നാം നോക്കുകയാണെങ്കിൽ ഹാലലുയ സ്തോത്രം ദാവീദ് ഒരു ദാസനെ പോലെയാണ് വിവരിച്ചിരിക്കുന്നത്. ഹാലലുയ സ്തോത്രം. അതിൻ്റെ 1-ാം വാക്യത്തിൽ ദൈവത്തെ ശരണമാക്കിയവൻ, 2-3 നോക്കുകയാണെങ്കിൽ താഴ്മയുള്ളവൻ, 4-ാം വാക്യം വേർപെട്ടവൻ, 5-6 സംതൃപ്തൻ, 7 ആരാധകൻ, 8 നിർഭയൻ, 9-10 മഹത്വീകരിക്കപ്പെട്ടവൻ. ഹാലലുയ സ്തോത്രം. ഇങ്ങനെ വിവിധ രീതിയിൽ ഈ സങ്കീർത്തനത്തിൽ നമ്മുടെ കർത്താവിനെ പറ്റി ഹാലലുയ സ്തോത്രം ദാവീദ് കുറഞ്ഞത് 1000 വർഷങ്ങൾക്ക് മുൻപ് ഹാലലുയ സ്തോത്രം ദിവ്യ ദർശനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഹാലലുയ സ്തോത്രം. ഇതിൻ്റെ ഓരോ വാക്യങ്ങളും എടുത്ത് പറയുകയാണെങ്കിൽ ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അധികം കടന്നു പോകുന്നില്ല. ഹാലലുയ 4-ാം വാക്യത്തിൽ നാം നോക്കുകയാണെങ്കിൽ അന്യ ദൈവങ്ങളെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും, അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല, അവരുടെ നാമങ്ങളെ എന്നെ ദാവന്മേൽ എടുക്കുകയുമില്ല. ഹാലലുയ സ്തോത്രം. ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ സന്ദർഭമാണ്. കഴിഞ്ഞ അങ്ങേ ആഴ്ചയായിരുന്നു ഓണം. ഹാലലുയ സ്തോത്രം. നാം പലരും ഹാലലുയ സ്തോത്രം ഏതെല്ലാം ദൈവങ്ങളുടെ നാമങ്ങളെക്കുറിച്ച് നാം പറയാറുണ്ട്. ഹാലലുയ സ്തോത്രം. നാം കാണിക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും ശത്രുവായവൻ അതിൽ ജയമെടുക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഹാലലുയ സ്തോത്രം. അതുപോലെ 5-ാം വാക്യത്തിലെ ഹാലലുയ സ്തോത്രം എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. ഹാലലുയ സ്തോത്രം. പാനപാത്രം. ഹാലലുയ സ്തോത്രം. ഞാൻ അപ്പുറത്ത് അങ്ങോട്ട് കടന്നു പോകുന്നില്ല. നമുക്കെല്ലാവർക്കും എല്ലാവരും പറയും അമേരിക്കയാണ്, അമേരിക്കൻ കൾച്ചറുണ്ട്. എൻഗേജ്മെൻറ്റിന് മുൻപ് ഒരു അമേരിക്കൻ എൻഗേജ്മെൻ്റ് ഉണ്ട്. ഹാലലുയ സ്തോത്രം. അങ്ങനെ നാം ഈ അമേരിക്കൻ കൾച്ചറിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. ഹാലലുയ. എന്തെന്താ കാരണം? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വരുന്നത്. അവരോട് പലതിനും
നമുക്ക് മറുപടി പറയുവാനും നമ്മുടെ കൾച്ചർ കൊണ്ടുവന്നാൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ കേരളത്തിലെ ദൈവമക്കൾക്ക് ഒരു കൾച്ചറുണ്ട്. അത് ഇസ്രായേലിൽ നിന്ന് വന്നിട്ടുള്ള കൾച്ചറാണ്, അല്ലാതെ വേറെ എങ്ങൊന്നും വന്നിട്ടുള്ളതല്ല. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ന്യൂയോർക്കിൽ 10-30 വർഷം യൂതന്മാരുടെ മധ്യത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവരുടെ കൾച്ചർ, അവരുടെ വസ്ത്രധാരണം, അവരുടെ ആരാധന, അവരുടെ പഞ്ച്വാലിറ്റി, അവർ കാറ് പാർക്ക് ചെയ്യുന്നത്, അവരുടെ വീടിൻ്റെ മുൻവശം, അവരുടെ ഗാർബേജ് എടുത്ത് കളയുന്നത്, അതെല്ലാം നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ദേ ആർ വെരി പർട്ടിക്കുലർ അബൌട്ട് എവറിത്തിങ്. ഹല്ലേലൂയ സ്തോത്രം. ഫ്രൈഡേ ഈവനിങ് കഴിഞ്ഞാൽ പിന്നെ അവർ ലൈറ്റിൻ്റെ സ്വിച്ച് പോലും ഓൺ ചെയ്യത്തില്ല. സാറ്റർഡേ അവർക്ക് ആഹാരം കഴിക്കാൻ വേണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഓവനകത്ത് വെച്ചിരിക്കുന്ന ചൂടാക്കാൻ എൻ്റെ ഭാര്യയെ പലപ്പോഴും അയൽക്കാർ വിളിച്ചോട്ട് പോയിട്ടുണ്ട്, അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാൻ. ഹല്ലേലൂയ സ്തോത്രം. അത്ര പഞ്ചലാണ് അവർ ഓരോ കാര്യങ്ങൾക്കും. ഹല്ലേലൂയ സ്തോത്രം. നമുക്കേ ഉള്ള ഈ കുത്തഴിഞ്ഞ പുസ്തകം പോലുള്ളൊരു ഒരു ജീവിതം. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന്, ഇപ്പോൾ കേരളത്തിൽ ഇത് തന്നെ വെളിയിൽ വന്നിട്ടുള്ള ബന്ധക്കോസുകാർ. ഹല്ലേലൂയ സ്തോത്രം. ഗൾഫിലുള്ളവർക്കറിയാം ഹല്ലേലൂയ സ്തോത്രം, അവർക്കൊരു ദൈവഭയമുണ്ട്. കാരണം ഇവിടുത്തെ പോലെ സ്വാതന്ത്ര്യം അവിടെ ഇല്ല. അവിടെ ആരാധനയൊക്കെ വളരെ കൃത്യമായിട്ട് സമയത്ത് നടത്തി കടന്നുപോയില്ലെങ്കിൽ പോലീസ് വന്ന് ഹല്ലേലൂയ ശല്യം ഉണ്ടാക്കും. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ നമ്മുടെ കൾച്ചർ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്. മലയാളം അറിഞ്ഞില്ലെങ്കിൽ തന്നെയും ഹല്ലേലൂയ സ്തോത്രം, വി ഹാവ് എ കൾച്ചർ. ഹല്ലേലൂയ സ്തോത്രം. അതിൻ്റെ 6-ാം വാക്യം നോക്കുകയാണെങ്കിൽ, അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. യോശുവ അളവ് നൂല് കൊണ്ട് ഹല്ലേലൂയ തൻ്റെ ജനത്തിന് വേണ്ടി മനോഹരമായ ദേശങ്ങളെ അവകാശമായി കൊടുത്തതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് എന്തെല്ലാം നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ളത്. നമ്മളിവിടെ പ്രായമായിരിക്കുന്നവരെല്ലാം എത്ര കഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലങ്ങൾ നമ്മൾ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് അതൊന്നും കേൾക്കാനും താല്പര്യമില്ല, അവർ കേൾക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇവിടുത്തെ ഫ്രിഡ്ജിൽ 1 അല്ല 2 അല്ല 3 ഫ്രിഡ്ജുകൾ നിറച്ച് ജ്യൂസും അതും ഇതും എല്ലാം എപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളിവിടെ ജ്യൂസ് കുടിച്ചു, ഞാൻ ചെറുപ്പത്തിൽ കുടിക്കുന്ന ജ്യൂസായിരുന്നു പറങ്ങാമ്പഴത്തിൻ്റെ ജ്യൂസ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പുറകിൽ താഴെ ഇരുന്ന് പഠിച്ചതും ഹല്ലേലൂയ കഷ്ടപ്പെട്ട് വളർന്നതും അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ കൂടെയാണ് പഴയ കേരളക്കാർ ഹല്ലേലൂയ ബന്ധക്കോസുകാരൊക്കെ മുൻപോട്ട് വന്നിട്ടുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ നമ്മെ വിശാലതയിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലെ കാര്യങ്ങൾ ദൈവം മോശയോട് പറയുന്നുണ്ട്, നിങ്ങൾ അവിടുന്ന് വന്നല്ലേ അത് നിങ്ങളുടെ തലമുറയോട് പറയണമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ യെരിഹോവിൽ 12 കല്ലെടുത്തോണ്ട് വന്ന് നാട്ടി. അത് നിൻ്റെ മക്കൾ ചോദിക്കും, ഇത് എവിടുന്ന് കല്ലെടുത്തോണ്ട് വന്ന് ചോദിച്ചാൽ പറയണം, ഈ യോർദാൻ കടന്ന് വന്നതാണെന്ന് നമ്മുടെ പിതാക്കന്മാർ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ തലമുറയോട് നമ്മൾ കടന്നുപോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടത് അത്യാവശ്യമായ കാര്യങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം. നാട്ടിൽ വീട് പലരും വിറ്റു, ഞാനും ഒരു വീടുണ്ടായിരുന്നു, അത് വിറ്റ് പിന്നെ ഒരു ചെറിയ വീട് വെച്ചു. അതും ഇപ്പോൾ പോയിട്ട് ഒരു 8 വർഷമായി, അതും ഇങ്ങനെ താഴെ വീഴാറായി കിടക്കുക. അങ്ങനെ നമുക്ക് നാട്ടിലെ പൈതൃകം ഒന്നും പറയുവാനില്ലെങ്കിൽ തന്നെയും ഒരു സ്വർഗീയമായ പൈതൃകം നമുക്കുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അത് നാം നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്താൽ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കും. ഇവിടുത്തെ പഠിത്തവും ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ മഹിമയെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പോകാവുന്നത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ ഭയം ദാവീദിനെ പോലെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ലോകത്തിൽ മാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം സ്വർഗത്തിലും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹങ്ങളെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. 8-ാം വാക്യത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുൻപാകെ എപ്പോഴും എന്താ ഉള്ളത്? ഫോണ്. ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർ പോലും ജോലി ചെയ്യുന്നവരാ ഫോണിൽ കൂടെ വിളിച്ച് ഹല്ലേലൂയ അസൈൻമെൻറ്റ് കൊടുക്കുന്നതാണ്. ഫോണ് വേണം. ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർ പോലും ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ പോലും എപ്പോഴും അവർ ബാത്റൂമിൽ പോകുമ്പോൾ പോലും അവരുടെ കയ്യിൽ ഫോണുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദാവീദ് പറയാണ് ഹല്ലേലൂയ സ്തോത്രം, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ അവനെ എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. നിൻ്റെ ജീവിതത്തിൽ യഹോവയെ നിൻ്റെ മുൻപാകെ വെക്കുക. ഹല്ലേലൂയ സ്തോത്രം. ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പട്ടിണികൾ, ഹല്ലേലൂയ സ്തോത്രം, ഫീസ് കൊടുക്കാനുള്ള പ്രയാസങ്ങളെല്ലാം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എങ്കിൽ തന്നെ കർത്താവ് ആരെയും പട്ടിണി കിടത്തിയിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കർത്താവ് നമ്മെ എല്ലാം പോറ്റി പുലർത്തുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഈ രാജ്യത്ത് കടന്നു വന്നിട്ട് അബൌട്ട് 43-44 ഇയേഴ്സ് ആകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇവിടുത്തെ കഷ്ടപ്പാടുകളും ഇവിടുത്തെ മിനിമം വേജ് അന്ന് 285 ഉള്ളായിരുന്നു.
ഇപ്പോൾ 14 കണ്ടില്ലയോ? ഹാലലിയ സ്തോത്രം. ഈ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ധൈര്യത്തോടെ പറയാൻ എനിക്ക് ബലമുള്ളത്. ഹാലലിയ സ്തോത്രം. നിന്റെ മുൻപാകെ നീ യഹോവയെ വെച്ചാൽ ഹാലലിയ സ്തോത്രം തീർച്ചയായും ജീവിതത്തിൽ വിടുതൽ. ഹാലലിയ സ്തോത്രം കർത്താവ് നൽകിത്തരും. ഹാലലിയ സ്തോത്രം. 10-ാം വാക്യം നോക്കുകയാണെങ്കിൽ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ നിരവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. കർത്താവിനെ കുറിച്ചാണെന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ തന്നെയും ഹാലലിയ സ്തോത്രം കർത്താവിൻ്റെ മരണം വരെ ഉള്ളവരുടെ ആത്മാവ് ഹാലലിയ പാതാളത്തിൽ ആയിരുന്നു വിശ്രമിച്ചു കൊണ്ടിരുന്നത്. ഹാലലിയ സ്തോത്രം. എന്നാൽ കർത്താവ് ആ ക്രൂസിൽ കിടന്ന കള്ളൻ്റെ സമയം മുതൽ ഹാലലിയ സ്തോത്രം മരിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാവ് ഹാലലിയ പർദീസയിൽ വിശ്രമിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. ഹാലലിയ സ്തോത്രം. ആരും കണ്ടിട്ടില്ല എങ്കിലും ഹാലലിയ സ്തോത്രം ദൈവവചനത്തിൽ കൂടെ നാം അത് വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഹാലലിയ സ്തോത്രം. അവസാന വാക്യം നോക്കുകയാണെങ്കിൽ, ഹാലലിയ സ്തോത്രം നിന്റെ വഴി, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഹാലലിയ സ്തോത്രം. ജീവൻ്റെ വഴി, നമ്മുടെ ജീവിതത്തിലെ ജീവൻ്റെ വഴി ഹാലലിയ സ്തോത്രം നമുക്കറിയാമെങ്കിൽ ഹാലലിയ സ്തോത്രം ഈ ദാവീദിനെ പോലെ നാം കർത്താവിൽ പരിപൂർണമായ ഒരു വിശ്വാസം വെച്ചാൽ ഹാലലിയ സ്തോത്രം ഏതവസ്ഥയിലും ഹാലലിയ, സിംഹം വരട്ടെ, കരടി വരട്ടെ, അതിനെയൊക്കെ ഹാലലിയ ഒരു കോഴിക്കുഞ്ഞിനെ കീറുന്നത് പോലെ കീറുവാനുള്ള ആത്മശക്തി എവിടെ നിന്നാണ് ദാവീദിന് ലഭിച്ചത്? ഹി വാസ് ഓൺലി എ നോർമൽ മാൻ. ഹാലലിയ സ്തോത്രം. അല്ലാതെ പ്രത്യേകതയൊന്നും ദാവീദിന് പറയാനില്ലായിരുന്നു. ഹാലലിയ സ്തോത്രം. ഉയരത്തിൽ കുറുകിയ ഒരാളായിരുന്നെങ്കിൽ തന്നെയും ഹാലലിയ സ്തോത്രം അവനിൽ വ്യാപിച്ചിരുന്ന ആ ദൈവശക്തിയുടെ അളവറ്റതായ വലിപ്പം കൊണ്ടാണ് അവൻ്റെ ജീവിതത്തിലെ ഹാലലിയ സ്തോത്രം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കർത്താവിടെ 40 വർഷം ഇസ്രായേലിനെ ഭരിക്കുക എന്ന് പറയുന്നത് കൊച്ചു കാര്യമൊന്നുമല്ല. ഹാലലിയ സ്തോത്രം. ദാവീദ് പറയാണ്, ജീവൻ്റെ വഴി എനിക്ക് കാണിച്ചു തരും. ഹാലലിയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള എല്ലാം forget about it. ഹാലലിയ സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ രക്തത്താൽ നമ്മെ കഴുകുവാൻ, നമ്മളെ ശുദ്ധീകരിപ്പാൻ ശക്തനായ കർത്താവാണ്. എന്നാൽ ഹാലലിയ സ്തോത്രം ഈ സെപ്റ്റംബർ 21 ഹാലലിയ സ്തോത്രം 2025 മുതലെങ്കിലും കർത്താവ് എൻ്റെ ജീവിതത്തിൽ ദാവീദിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ സ്വഭാവം, ഹാലലിയ സ്തോത്രം താഴ്മ, വിനയം, ഹാലലിയ സ്തോത്രം നമ്മുടെ ജീവിതത്തിലുള്ള അഹങ്കാരമെല്ലാം മാറ്റി ഹാലലിയ സ്തോത്രം കർത്താവിനെ പരിപൂർണമായ രീതിയിൽ സേവിപ്പാനും സ്നേഹിപ്പാനും ഹാലലിയ സ്തോത്രം നമുക്കിടയാക്കുവാൻ വേണ്ടി ഹാലലിയ സ്തോത്രം അവൻ്റെ സന്നിധിയിലെ സന്തോഷ പരിപൂർണത പ്രാപിക്കുവാൻ ഹാലലിയ സ്തോത്രം നിന്റെ വലത്ത് ഭാഗത്തുള്ള പ്രമോദങ്ങൾ അനുഭവിപ്പാൻ ഹാലലിയ സ്തോത്രം. ശമരേക്കാർ സ്ത്രീയോട് കർത്താവ് പറയാണ്, ഹാലലിയ സ്തോത്രം ഈ വെള്ളം കുടിക്കും, ഈ വെള്ളം കുടിക്കൊണ്ട് പോന്നല്ലോ, അത് കുടിക്കുന്നതിന് പിന്നെയും ദാഹിക്കും. എന്നാൽ ഹാലലിയ സ്തോത്രം ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ ഹാലലിയ സ്തോത്രം ഒരിക്കലും ദാഹിക്കത്തില്ല, അത് നിത്യജീവങ്കിലേക്ക് വഴി നടത്തും. ഹാലലിയ സ്തോത്രം. ഓരോ ദിവസവും നാം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുന്നു. രാവിലെയും വൈകിട്ടും തമിഴിലും ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം നാം കേൾക്കുന്നു. അതെല്ലാം പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ വചനം കേട്ട് 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 ചെവി അങ്ങ് തഴമ്പിച്ചിട്ടില്ലേ എന്ന്. അല്ല, ഹാലലിയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപക്കറകളെയെല്ലാം ഹാലലിയ സ്തോത്രം ഒരു ഫയൽ കൊണ്ട്, ആ ഫയലെന്ന് ഞാൻ പറയുന്നത് ഈ കത്തിയൊക്കെ ഉരയ്ക്കുന്ന ഫയലാണ്, അതിൽ പറ്റുന്ന ആ കീടങ്ങളെ അശുദ്ധിയെല്ലാം ഹാലലിയ തുടച്ചു മാറ്റുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ ഹാലലിയ സ്തോത്രം ഓരോ ദിവസവും നമ്മെ തന്നെ ദൈവസന്നിധാനത്ത് താഴ്ത്തിക്കൊണ്ട്, കർത്താവെ നീ എന്നോട് സംസാരിക്കണം. ഇന്ന് രാവിലെ കാലം കർത്താവിൻ്റെ ദാസിൽ കൂടെ എത്ര ശക്തമായ രീതിയിൽ നമ്മോട് സംസാരിച്ചു. ഹാലലിയ സ്തോത്രം. ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റൊരു ചെവിയിൽ കൂടെ വിളയിൽ കളയുന്നവരായിട്ടുള്ള ഹാലലിയ സ്തോത്രം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ ഹാലലിയ സ്തോത്രം കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ ഹാലലിയ സ്തോത്രം അത് നമ്മെ ശക്തിപ്പെടുത്തുകയും നമ്മളെ ബലപ്പെടുത്തുകയും കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കിൽ നേരുന്നുകൊള്ളാം.